ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണന് ചെന്നൈയിൽ ഊഷ്മള വരവേൽപ്പ്. ആദ്യ ബുള്ളറ്റ് ട്രെയിൻ എന്ന രാജ്യത്തിന്റെ സ്വപ്നം 2027 ഓഗസ്റ്റ് 15-ന് യാഥാർത്ഥ്യമാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ ഹിയറിംഗ് നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇവിഎം, വിവിപാറ്റ് യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധന നാളെ മുതൽ. സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന് 149ാം ജയന്തി ദിനത്തിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് പാലക്കാട് ഇന്ന് തുടക്കം. കനത്ത മൂടൽമഞ്ഞ് ഉത്തരേന്ത്യയിൽ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. വിവിധയിടങ്ങളിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തി. ചെന്നൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി, മന്ത്രി ഉദയനിധി സ്റ്റാലിൻ തുടങ്ങിയവർ ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ചെന്നൈ ഡോക്ടർ എം.ജി.ആർ. വിദ്യാഭ്യാസ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 34ാമത് ബിരുദദാന ചടങ്ങിൽ ശ്രീ സി.പി. രാധാകൃഷ്ണൻ ഇന്ന് പങ്കെടുക്കും. രാംനാഥ് ഗോയങ്ക സാഹിത്യ സമ്മാൻ ചടങ്ങിലും അദ്ദേഹം സന്നിഹിതനാകും. തമിഴ്നാട് ലോക് ഭവനിൽ ഉപരാഷ്ട്രപതിക്ക് പൌരസ്വീകരണവും നൽകും. നാളെ അദ്ദേഹം വെല്ലൂരിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ചെന്നൈയിൽ നടക്കുന്ന 9ാമത് സിദ്ധ ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ റായ് പിത്തോറ സാംസ്കാരിക സമുച്ചയത്തിൽ ബുദ്ധനുമായി ബന്ധപ്പെട്ട പിപ്രാഹ്വ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹി നാഷണൽ മ്യൂസിയത്തിന്റെയും കൊൽക്കത്ത ഇന്ത്യൻ മ്യൂസിയത്തിന്റെയും ശേഖരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന പിപ്രാഹ്വ ചരിത്ര അവശിഷ്ടങ്ങളും പുരാവസ്തുക്കളും ഇതാദ്യമായാണ് പ്രദർശിപ്പിക്കുന്നത്. ആദ്യ ബുള്ളറ്റ് ട്രെയിൻ എന്ന രാജ്യത്തിന്റെ സ്വപ്നം 2027 ഓഗസ്റ്റ് 15-ന് യാഥാർത്ഥ്യമാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലെ നിർണായക നാഴികക്കല്ലായി പാൽഘറിൽ നടന്ന ഹൈസ്പീഡ് ടണൽ ബ്രേക്ക് ത്രൂ പരിപാടിയെ വിർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 7 പർവ്വത തുരങ്കങ്ങളും ഒരു കടൽ തുരങ്കവുമാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നതെന്നും മന്ത്രി അറിയിച്ചു. आज बुलेट ट्रेन के प्रोजेक्ट में बहुत बड़ा एक माइलस्टोन अचीव हुआ है, माउंटेन टनल 5 का ब्रेक थ्रू. टोटल बुलेट ट्रेन प्रोजेक्ट में 7 टनल्स हैं, माउंटेन टनल्स, और एक अंडर सी टनल. ओवरऑल इसमें 12 स्टेशन हैं, 3 डिपोज बने हुए हैं. ये एक टेक्नोलॉजिकल बहुत बड़ा अचीवमेंट है जो समझने के लिए आप सबको जरूरी होगा. സൂറത്തിൽ നിന്ന് ബിലിമോറ വരെയും വാപ്പിയിൽ നിന്ന് സൂറത്ത് വരെയുമായിരിക്കും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ആദ്യഘട്ടം. പശ്ചിമബംഗാളിൽ എസ്ഐആർ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളുടെയും ആക്ഷേപങ്ങളുടെയും പരിശോധനാ വേളയിൽ 2010 ശേഷം സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഒബിസി സർട്ടിഫിക്കറ്റ് സാധുവായ വ്യക്തിത്വ രേഖയായി പരിഗണിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2010 മുതൽ 2014 വരെയുള്ള കാലയളവിൽ 113 സമുദായങ്ങൾക്കായി പുറപ്പെടുവിച്ച ഒബിസി സർട്ടിഫിക്കറ്റുകൾ കഴിഞ്ഞ ദിവസം കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഹിയറിംഗ് നടത്തേണ്ടവർക്ക് നോട്ടീസ് നൽകുന്ന നടപടി കേരളത്തിൽ പുരോഗമിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. കരട് പട്ടിക പുറത്തിറക്കിയപ്പോൾ മുതൽ നോട്ടീസ് നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള 13 രേഖകളിലൊന്നും അതിന്റെ പകർപ്പുമാണ് ഹിയറിംഗിന് ഹാജരാക്കേണ്ടത്. 2026 നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഇവിഎം, വിവിപാറ്റ് യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധന തിരുവനന്തപുരം കളക്ടറേറ്റിൽ നാളെ മുതൽ ആരംഭിക്കും. ഫെബ്രുവരി 16 വരെയാണ് പരിശോധന. സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ 149ാം ജയന്തി ഇന്ന്. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് ജയന്തി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. സാമൂഹ്യ സേവനത്തിനായി ജീവിതം സമർപ്പിച്ച മഹത് വ്യക്തിത്വമാണ് മന്നത്ത് പത്മനാഭനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിലെ അദ്ദേഹത്തിന്റെ അതുല്യമായ സംഭാവനകൾ പ്രചോദനാത്മകമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തുല്യതയിലും നീതിയിലും അധിഷ്ഠിതമായി സാമൂഹിക മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പ്രയത്നിച്ച മഹാനായ സാമൂഹിക പരിഷ്കർത്താവും ദേശസ്നേഹിയുമായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അനുസ്മരിച്ചു.
ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നെടുനായകത്വം വഹിച്ചവരിൽ ഒരാളായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വൈക്കം സത്യാഗ്രഹം വിജയകരമാക്കാൻ അദ്ദേഹം ചരിത്രപരമായ ഇടപെടൽ നടത്തിയതായും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. പത്തനംതിട്ടയിൽ DJ പാർട്ടിയിലെ പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ട് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി കൈക്കൊള്ളാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ക്രമസമാധാന ചുമതലയുള്ള ADGPക്കാണ് നിർദ്ദേശം. ന്യൂ ഇയർ ആഘോഷത്തിനിടെ DJ കലാകാരന്റെ ലാപ്ടോപ്പ് പോലീസ് തകർത്തതായാണ് പരാതി. കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൌമൻ സെൻ ചുമതലയേൽക്കും. നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ഈ മാസം 9-ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. നിലവിൽ മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സെൻ. കുടുംബശ്രീ മിഷനും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് പാലക്കാട് ചാലിശ്ശേരിയിൽ ഇന്ന് തുടക്കമാകും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടി, MB രാജേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകളാണ് ഉണ്ടാവുക. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഉച്ചയ്ക്ക് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. രുചിവൈവിധ്യം വിളമ്പുന്ന 30-ലധികം സ്റ്റാളുകൾ അടങ്ങുന്ന ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട്. സംഗീത നൃത്തനിശകൾ, കലാവിഷ്കാരങ്ങൾ, പുഷ്പമേള തുടങ്ങിയവയും ഉണ്ടാകും. ഈ മാസം 11 വരെയാണ് ദേശീയ സരസ് മേള നടക്കുക. ഇന്ത്യയുടെ വികസന യാത്രയിൽ നിർണായക അധ്യായം കുറിച്ച വർഷമാണ് 2025. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിർണായക മാറ്റങ്ങളിലൂടെയാണ് രാജ്യം ഇക്കാലയളവിൽ കടന്നുപോയത്. നിർമ്മിത ബുദ്ധി രംഗത്ത് സുപ്രധാന പുരോഗതികൾക്ക് 2025 സാക്ഷ്യം വഹിച്ചു. ഇന്ത്യ AI മിഷന് 10,000 കോടിയിലേറെ രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ 2025 ഗ്ലോബൽ AI വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യ 3ാം സ്ഥാനത്തെത്തിയതും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. സെമി കണ്ടക്ടർ മേഖലയിലും 2025 രാജ്യം കുതിച്ചുചാട്ടമുണ്ടാക്കി. നോയിഡയിലും ബംഗളൂരുവിലുമായി 2 നാനോ ചിപ്പ് നിർമ്മാണ സംവിധാനങ്ങളും മുൻവർഷം പ്രവർത്തനം ആരംഭിച്ചു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഒഡീഷ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. ഡൽഹി തലസ്ഥാന മേഖലയിൽ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുകയാണ്. വായു ഗുണനിലവാര സൂചികയിൽ 379 രേഖപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. 31 ട്രെയിനുകൾ 2 മണിക്കൂറിലധികം വൈകി ഓടുന്നതായി റെയിൽവേ അറിയിച്ചു. യാത്രയ്ക്ക് മുൻപ് ട്രെയിനുകളുടെ തൽസ്ഥിതി വിവരം പരിശോധിക്കാൻ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ കുടിവെള്ളത്തിൽ മലിനജലം കലർന്ന് 7 പേർ മരിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചു. 40ഓളം പേരാണ് ഇതേ തുടർന്ന് അസുഖബാധിതരായത്. സംഭവത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്വമേധയാ എടുത്ത കേസിൽ കമ്മീഷൻ ഉത്തരവിട്ടു. ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില എണ്ണ വിതരണ കമ്പനികൾ കഴിഞ്ഞ ദിവസം 111 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില നിർണ്ണയം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന 4 പുതിയ ലേബർ കോഡുകളുമായി ബന്ധപ്പെട്ട കരട് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ഇത് സംബന്ധിച്ച എതിർപ്പുകളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാൻ 45 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിലനിന്നിരുന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള തൊഴിൽ നിയമങ്ങൾക്ക് പകരമാണ് 2025 നവംബർ 21 മുതൽ പുതിയ ലേബർ കോഡ് നിലവിൽ വന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ചെന്നൈയിൽ ഊഷ്മള വരവേൽപ്പ്. ആദ്യ ബുള്ളറ്റ് ട്രെയിൻ എന്ന രാജ്യത്തിന്റെ സ്വപ്നം 2027 ഓഗസ്റ്റ് 15-ന് യാഥാർത്ഥ്യമാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ ഹിയറിംഗ് നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള EVM, VVPAT യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധന നാളെ മുതൽ. സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന് 149ാം ജയന്തി ദിനത്തിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് പാലക്കാട് ഇന്ന് തുടക്കം.
കനത്ത മൂടൽമഞ്ഞ് ഉത്തരേന്ത്യയിൽ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. വിവിധയിടങ്ങളിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.